നമസ്കാരം. സൈജു എന്ന ഒരു CIയുടെ ആത്മഹത്യയാണ് ഇന്ന് സംസാര വിഷയം. സത്യത്തിൽ പോലീസുകാർ മാത്രമല്ല, സൈക്കോളജിക്കൽ കൗൺസിലർമാർ ഇവർ രണ്ടുപേരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ സൈജുവിൻ്റെ ആത്മഹത്യ അതിലൂടെ പുറത്തു വരുന്നത്. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ബന്ധമെന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഇതൊക്കെ നമുക്ക് ചുറ്റും നടക്കുന്നതാണ്, നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നതാണ്. പോലീസുകാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പോലീസുകാരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ വരുന്നത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് എന്തെങ്കിലും പ്രശ്നം മറ്റുള്ളവരിൽ കൂടെ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഉണ്ടാകാം, ശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ അതിന് ഒരു ആശ്രയം എന്ന നിലയിലാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ആരും വരുന്നത്. അപ്പോൾ അവരുമായി അവരുടെ പ്രശ്നങ്ങളുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നതിന് പകരം പലപ്പോഴും ആ വ്യക്തികളുമായി ഇടപെട്ടുകൊണ്ട് അവരിലേക്ക് കടന്നു കയറാനും അങ്ങനെ അത് മുതലാക്കാനും ചൂഷണം ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്ന ബിരുദന്മാരായ പോലീസുകാരുമുണ്ട്. അതുപോലെ തന്നെയാണ് കൗൺസിലിംഗ് മേഖലയിൽ. ഒരു സൈക്കോളജിക്കൽ കൗൺസിലറുടെ അടുത്തേക്ക് ഒരാൾ കൗൺസിലിങ്ങിന് വന്നാൽ അവർ ഈ കൗൺസിലറുടെ മുന്നിൽ എല്ലാം തുറന്നു പറയും. അത് അവരുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും തുറന്നു പറയും. കാരണം അത് ആവശ്യമാണ്, അവർക്ക് സൊല്യൂഷൻ ആവശ്യമായതുകൊണ്ട്. സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്ന രണ്ട് മേഖലകളാണെന്ന് പോലീസ് സ്റ്റേഷനിലും അതുപോലെ ഈ കൗൺസിലേഴ്സ് എന്ന് പറയുന്നത്. ഈ രണ്ട് സ്ഥലത്തും ചൂഷണത്തിനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയം ഉണ്ടായി വരുന്നത്. ഒരു സൈക്കോളജിക്കൽ കൗൺസിലർ അടുത്ത് പോയി ആ കൗൺസിലറുടെ ചൂഷണത്തിന് വിധേയരായ ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കാൻ, ഒരു കൗൺസിലർ എന്ന നിലയിൽ അത്തരത്തിലുള്ള കഥകൾ ഞാനും കേട്ടിട്ടുണ്ട്, നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പല കൗൺസിലേഴ്സിനടുത്തും പോയതിന് ശേഷം അവരുടെ ദുരനുഭവം കൊണ്ട് മാറി അത് വളരെ സൂക്ഷ്മപൂർവ്വം അന്വേഷിച്ച് വന്ന ആൾക്കാരുമുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചോദിക്കാറുണ്ട്, കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. കുറേ കഴിയുമ്പോൾ പിന്നീട് റാപ്പോ ബിൽഡ് ചെയ്ത് കൗൺസിലിങ്ങിലേക്ക് പോകുന്ന സമയത്താണ് അവർ പറയുന്നത്, സാർ ഞങ്ങൾ ഇങ്ങനെയാണ് പ്രതീക്ഷിച്ചത്, ഇങ്ങനെയാണ് ഞങ്ങളുടെ അനുഭവം, കൗൺസിലർമാർ ഇങ്ങനെയാണ് എന്നാണ് നമ്മൾ കരുതിയത് എന്ന്. നമുക്കറിയാം, പോലീസുകാരും എല്ലാവരും മോശക്കാരാണെന്ന് പറയില്ല, വളരെ അപൂർവമായി മാത്രം അങ്ങനെ ഉണ്ട്. അതിൽ ഇങ്ങനെ ഒരു പോലീസുകാരൻ സ്വാഭാവികമായും ഒരു ഡോക്ടറുടെ പരാതിന്മേലോ മറ്റോ അവരുമായി അടുക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ഭാര്യയും ഒരുപക്ഷെ കുട്ടികളുണ്ടാകാം, കുടുംബമുള്ള വ്യക്തിയാണ്. ആ ഡോക്ടർക്കും ഭർത്താവും അതുപോലെ ഒരു കുടുംബവുമായി ജീവിക്കുന്നവരാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു വഴിവിട്ട ബന്ധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും രണ്ട് കുടുംബങ്ങൾ മാത്രമല്ല, ആ രണ്ട് കുടുംബങ്ങളുടെ ബന്ധുക്കൾ പോലും പരസ്പരം ഒരുപക്ഷെ പ്രശ്നമുണ്ടായിന്ന് വരും. ഇപ്പോൾ ഈ CIയുടെ ഭാര്യ ഉണ്ട്, ആ ഭാര്യ അവരുടെ കുടുംബാംഗങ്ങളും ഈ CIയുടെ കുടുംബാംഗങ്ങളും അതുപോലെ CIയും ഭാര്യയും പിന്നെ അവരുടെ മറ്റു ബന്ധുക്കൾ, അവരിലൊക്കെ ഈ പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെയാണ് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം. ഡോക്ടറുടെ ആ ഭർത്താവ് അവരെ വിട്ടുപോയി എന്ന് പറയുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രഷർ കൊണ്ട് അവർക്ക് പ്രശ്നങ്ങൾ, ശാരീരിക രോഗങ്ങൾ അല്ലെങ്കിൽ മാനസിക പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു. ഏതായാലും അവർ തമ്മിലുള്ള ബന്ധം, ഒരുമിച്ചുള്ള ജീവിതം ഒക്കെ ഉണ്ടായി. കുറെ കഴിഞ്ഞപ്പോൾ എന്തോ അവർ തമ്മിൽ തെറ്റി. അതിന് കാരണമായി പറയുന്നത്, ഈ ഡോക്ടർ പറഞ്ഞു അത്രേ, CIയുടെ ഭാര്യയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ മറ്റു സ്ത്രീകളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചാൽ മാത്രമേ ഒരുമിച്ച് ജീവിക്കാൻ സാധ്യമാവൂ എന്ന്. സ്വാഭാവികമായും സ്വന്തം ഭാര്യയും അല്ലെങ്കിൽ മറ്റുള്ളവരും അറിയാതെ ഉണ്ടാക്കുന്ന ചില ബന്ധങ്ങൾ, അത് അവരുടെ സുഖത്തിനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയാകാം. അവിടെ രണ്ട് തരത്തിലാണ് അത് വരുന്നത്. ഒന്ന്, ഭാര്യയും കുട്ടികളെയും ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥ. രണ്ട്, ഇവിടെ കിട്ടുന്ന ഒരു സുഖം അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിപ്പോയാൽ, താൻ അവരെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, പിന്നെ അവർ നമുക്കെതിരെ കേസോ കാര്യങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ, പരാതി കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ ജീവിതം അവസാനിക്കുന്ന അവസ്ഥ, ആ ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് കരുതിയിട്ട് ബന്ധം തുടരുന്നവരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരവസ്ഥ ഉണ്ടാകും എന്ന് കരുതി ബന്ധം തുടർന്നപ്പോൾ ഉണ്ടായതിൻ്റെ ഒരു ബാക്കി പത്രമാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ CIയുടെ ആത്മഹത്യ ചെയ്ത് ആ ഡോക്ടർക്കും പങ്കുണ്ട് എന്ന് പറയേണ്ടി വരും മാനസിക പ്രശ്നത്തിൽ. അതായത് അവർ തമ്മിൽ ഒരുമിച്ച് പല ബന്ധങ്ങളും ഉണ്ടായി, അവരുടെ കുടുംബങ്ങൾ, ഡോക്ടറുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടായി, എന്നിട്ടും അവർ ഒരുമിച്ച് ജീവിച്ചു.
പിന്നീട് ഈ CIയോട് നിർബന്ധിക്കുന്നു, എല്ലാവരെയും ഉപേക്ഷിച്ചുകൊണ്ട്, മറ്റ് സ്ത്രീ സംസർഗം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തനിക്ക് വേണ്ടി മാത്രമായി നിൽക്കണമെന്ന്. അതൊരു പക്ഷേ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായും തന്നെ പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കേസുകൾ വരാം. അത്തരമൊരു കേസിലാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമ്മൾ പോലീസുകാരെ സംബന്ധിച്ച് മുമ്പ് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാധാരണ വ്യക്തികളെ പോലെയല്ല പോലീസുകാർ. അവർ മറ്റു പ്രതികൾ എന്ന് പറയുന്ന വിഭാഗത്തെ, അത് കുറ്റം ചെയ്തവരായാലും അല്ലെങ്കിലും യൂണിഫോം ഇല്ലാത്ത, പോലീസുകാരല്ലാത്ത മറ്റുള്ളവർ, സാധാരണക്കാരായ ആൾക്കാരെ അവർ വിവിധ കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത ശേഷം ചിലപ്പോൾ അവർ റിമാൻഡ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും കടന്നു വരുന്നവരാണ്. അത്തരത്തിലുള്ള റിമാൻഡ് പ്രതികൾക്കൊപ്പം പോയി കിടക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോഴാണ് പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നത്. അതായത് DYSP ഹരികുമാറിന്റെ കഥ നമുക്കറിയാം. രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്നു, സംസാരം വഷളാകുന്നു, ഒരാൾ മറ്റൊരാളെ പിടിച്ചുന്തുന്നു. അവിടെ കഷ്ടകാലത്തിന് ആ ഉന്തപ്പെട്ട ആൾ ചെന്ന് വീണത് ഒരു വാഹനത്തിന്റെ മുന്നിൽ. അങ്ങനെ ആ വാഹനം തട്ടി ആള് കൊല്ലപ്പെടുന്നു. ഇവരുടെ DYSP ഹരികുമാർ ഉന്തിയ ആ ഉന്തലിലാണ് ആ വ്യക്തി മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതിസ്ഥാനത്ത് വന്നു. അത് മീഡിയകൾ വിവാദമാക്കി, മനഃപൂർവ്വം കൊന്നതാക്കി പല കഥകൾ മെനഞ്ഞപ്പോൾ DYSP ഹരികുമാറിനെ അറസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു കഥ വന്നു. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും റിമാൻഡിലേക്ക് പോകും. റിമാൻഡിലേക്ക് പോകുമ്പോൾ അവർ ചെന്ന് കിടക്കേണ്ടത് അവർ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് അയച്ചിട്ടുള്ള പ്രതികൾക്കൊപ്പമായിരിക്കും. അങ്ങനെ ഒരു അപകടമാണ്. അപ്പോൾ സ്വാഭാവികമായും ആ DYSPയെ ആ റിമാൻഡിലേക്ക് പ്രതികൾ കൂട്ടം ചേർന്ന് പഞ്ഞിക്കിടും. ആ പഞ്ഞിക്കിടലും ആ പ്രശ്നവും അത് ഭയന്ന് അത് നേരിടാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് യൂണിഫോം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ആ പോലീസുകാരൻ ആത്മഹത്യ ചെയ്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സമാനമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ CI സംബന്ധിച്ചുള്ളത്. കാരണം ഇദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള ശാരീരിക സുഖം ഉണ്ടായിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളിലൂടെ അവരവിടെ ബന്ധം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും, എന്തുണ്ടെങ്കിലും ഇവിടെ പ്രതിയായി നിൽക്കുമ്പോൾ, അതും ഒരു പീഡന ശ്രമവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഇതേ ഡോക്ടറുടെ കേസിന്മേൽ ജാമ്യം എടുത്തിട്ടുള്ളതാണ്. ആ ജാമ്യത്തിന് കൊടുത്തിട്ടുള്ള രേഖകളിൽ കൃത്രിമമുണ്ട് എന്ന് കോടതി കണ്ടെത്തി ആ ജാമ്യം റദ്ദ് ചെയ്തതാണ്. അങ്ങനെ ജാമ്യം റദ്ദ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു അറസ്റ്റ് ഉണ്ടാവും, ക്രൈംബ്രാഞ്ചിന് അറസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ അറസ്റ്റ് ചെയ്താൽ അവിടെ ഒരു റിമാൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർ ചെന്ന് കിടക്കേണ്ടത് ഇതേ CI എടുത്തിട്ടുള്ള കേസിൽ റിമാൻഡ് ചെയ്യപ്പെട്ട പ്രതികളുടെ കൂടെ ആയിരിക്കും. അവർ വെറുതെ ഇരിക്കില്ല, അവർ പഞ്ഞിക്കിടും. അത് സ്വാഭാവികമാണ്. കാരണം അവർക്ക് കിട്ടുന്നൊരു അവസരമാണ്. ഒരുപക്ഷെ ഈ CI ഉപദ്രവിച്ചിട്ടുണ്ടാവും, എല്ലാം ചെയ്യും. അപ്പോൾ ഒരു പ്രതിയായി തങ്ങളിൽ ഒരാളായി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, അതല്ലെങ്കിൽ പോലീസുകാർ പ്രതികളായി ചെല്ലുമ്പോൾ, സെല്ലിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പോലീസുകാരിൽ പലരും പ്രതിയാകുന്ന സമയത്ത് ആത്മഹത്യ ചെയ്യുന്നത് എന്ന് പറയാതിരിക്കുന്ന പ്രതിയില്ല. ഇവിടെ അതുകൊണ്ട് തന്നെ പോലീസുകാർ മനസ്സിലാക്കേണ്ടത്, എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ, കൗൺസിലർമാരുണ്ട്, പോലീസുകാരുണ്ട്. ഇവർ രണ്ടുപേരും അവരുടെ ഉത്തരവാദിത്വം കൃത്യമായി ചെയ്താൽ, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം മാത്രം കൃത്യമായി ചെയ്താൽ ഇത്തരം പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ പറ്റും. അവർ ഈ സമൂഹത്തിനെ നന്മയിലേക്ക് നയിക്കേണ്ടവരാണെന്നും, അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യ പ്രശ്നം പരിഹരിച്ചു കൊടുക്കേണ്ടതാണെന്നും, അതുമല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വ്യക്തിപരമായ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് നല്ല ഒരു സമൂഹ ജീവിയായി ജീവിക്കാൻ സഹായിക്കേണ്ടവരാണ് ഈ കൗൺസിലർമാരും ഈ പോലീസുകാരും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. പക്ഷേ പലപ്പോഴും സാഹചര്യങ്ങൾ, അവസരമാണ് ആവശ്യത്തിൻ്റെ മാതാവ് എന്ന് പറയുന്നത് പോലെ, അത്തരത്തിൽ പല തട്ടകങ്ങളും ഉണ്ടാക്കി വെക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദുരന്തമാണ് ഇത്. അതുകൊണ്ട് തന്നെ അത് ഏറ്റുവാങ്ങാൻ അവർ ബാധ്യസ്ഥരാണ് എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്താതെ ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത്. കാര്യം ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. മാറി നടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെയും പ്രതിസ്ഥാനത്ത് വരും. അവിടെ നിന്ന് കഴിഞ്ഞാലും പ്രതിസ്ഥാനത്തേക്ക് വരുന്ന അതായത് ഒരു കാലത്തും അതിൽ നിന്ന് ഊരാൻ കഴിയാത്ത ഒരു ചുറ്റുപാടിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തകർ, പോലീസുകാർ, അതുപോലെ കൗൺസിലർമാർ, ഇത്തരത്തിലുള്ളവർ ഈ രീതിയിലുള്ള കുൽസിത പ്രവർത്തികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് നല്ലത്.